ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുതേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. നമ്മുടെ ബാലനും ഗോമതിക്കും മുതുക്ക് കൂത്താട്ടം എന്ന് വേണമെങ്കിൽ പറയണം. ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ്? സത്യം പറഞ്ഞു കഴിയുമ്പോൾ കാണുമ്പോൾ ബോറടിക്കുകയാണ് കേട്ടോ. ഗോമതിയുടെ ഓവറായിട്ടുള്ള ഒരു ആക്ടിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ബാലന്റെയും ഒരു ആക്ടിങ് കാണുമ്പം എന്നെപ്പോലെ ചിന്തിക്കുന്ന പലർക്കും ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവര് പരിപാടിയൊക്കെ ആയിട്ട് അങ്ങ് പോകട്ടെ. ഇപ്പം എന്തേ പ്രശ്നം കൃഷ്ണമംഗലത്ത് തന്നെയാണ്. അപ്പം നമ്മുടെ കൃഷ്ണമംഗലം ഇപ്പൊ ആരുടെ പേരിലാണ്? ഗോമതിയുടെ പേരിലാണ് ഉള്ളത്. ഇതാണ് പറയുന്നത്. പിന്നെ ചട്ടനെ പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ദൈവം ചതിക്കുന്നു, അങ്ങനെ അങ്ങോട്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അപ്പൊ ആ ഒരു പഴഞ്ചൊല്ലുമായിട്ട് വേണം നമുക്ക് ഇതിനെ താരതമ്യപ്പെടുത്താം. വേറെ വല്ല പഴഞ്ചൊല്ലുമായിട്ട് താരതമ്യപ്പെടുത്തണമെങ്കിൽ നിങ്ങൾക്ക് പെടുത്താട്ടോ, നിങ്ങൾക്ക് കമന്റിലൂടെ പറയാമേ. അങ്ങനെ നമ്മുടെ പുള്ളിക്കാരി ഗോമതിയുടെ അമ്മ തലകറങ്ങിയൊക്കെ വീണിട്ട് ഇനി നേരെ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് പുള്ളിക്കാരിനെ കൊണ്ടുപോകുന്നത്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഡോക്ടർ ഇങ്ങോട്ട് വരിക കണ്ടാ ചെയ്യുന്നത്. അപ്പം ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് പുള്ളിക്കാരിക്ക് BP കൂടി. അപ്പൊ അതാണ് അങ്ങനെ പ്രശ്നമൊക്കെ വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ തൽക്കാലം പുള്ളിക്കാരിയുടെ തലയിലേക്ക് ഒന്നും കയറ്റിയൊന്നും വെക്കരുത്. എന്തെങ്കിലുമൊക്കെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിപ്പം പതുക്കെ പുള്ളിക്കാരിനെ അതിൽ ഉൾപ്പെടുത്താതെ, അതായത് ഗോമതിയുടെ അമ്മേനെ അതിൽ ഉൾപ്പെടുത്താതെ മക്കള് ഉചിതമായ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് ഡോക്ടറൊക്കെ പറയുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഒത്തിരി പ്രഷർ ചുമത്താൻ പറ്റത്തില്ല പുള്ളിക്കാരിയുടെ മേലെ. അപ്പൊ പുള്ളിക്കാരിക്ക് ഇനി ഒത്തിരി പ്രഷർ ചുമത്തിയിട്ടുണ്ടെങ്കിൽ ഹൈ BP ആകും. ഹൈ BP ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞരമ്പ് പൊട്ടുന്നതിനൊക്കെ കാരണമാകും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് തന്നെ ഇനിയിപ്പം ആ ഒരു സ്വത്ത് നമ്മുടെ ഗോമതിയുടെ പേരിലുള്ള കൃഷ്ണമംഗലം എഴുതി മേടിക്കുന്നത് കുറച്ച് റിസ്ക് ആയ കാര്യം തന്നെയാണ്. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പം ഗോമതിയുടെ അടുത്ത് കുറച്ച് തന്ത്രപരമായിട്ട് നിന്നാൽ മാത്രമേ ഇത് എങ്ങനെയെങ്കിലും എഴുതി മേടിക്കാൻ പറ്റുള്ളൂ നമ്മുടെ അച്യുതനും ഒക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് അവർ ആ ഒരു സിസ്റ്റമാറ്റിക്കലായിട്ട് ഇനി നീങ്ങാൻ പോവാണ് കേട്ടോ. അപ്പൊ ദേവി ആണെങ്കിൽ നമ്മുടെ ഗോമതി സ്റ്റോർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നാളെയും ദേവി ഗോമതി സ്റ്റോർ ഭരിക്കാൻ പോവാണ്. അപ്പം എല്ലാ പ്രാവശ്യവും വരുന്ന പോലെ തന്നെ നമ്മുടെ ആകാശ് കുറച്ച് വൈകി തന്നെയാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. മനഃപൂർവ്വമാണ് കേട്ടോ. ആകാശ് വഴക്കുണ്ടാക്കാൻ വേണ്ടി ഏണി വെച്ച് കയറി പോവാണ്. അപ്പൊ വഴക്കുണ്ടാക്കാൻ വേണ്ടി തന്നെയാന്ന് തോന്നുന്നു. മനഃപൂർവ്വം താമസിച്ച് തന്നെയാണ് ചെല്ലുന്നത്. ഏതായാലും താമസിച്ച് വന്നു എന്നും വഴക്ക് പറയുന്ന പോലെ ദേവി അങ്ങനെ ഒന്നും പറയാനൊന്നും നിന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി കാണും. വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നേ എന്ന് ഓർത്തിട്ടാണോ എന്നറിയില്ല. ഒന്നും മിണ്ടിയില്ല. ഏതായാലും അപ്പോഴത്തേക്ക് നമ്മുടെ ആകാശ് വന്നിട്ട് കുറച്ച് ഭരിക്കുന്ന രീതിയിൽ കുറച്ച് സംസാരിക്കാനൊക്കെ തുടങ്ങി. അതായത് ആകാശിനും കൂടെ അർഹതപ്പെട്ടതാണല്ലോ ഗോമതി സ്റ്റോർ. അപ്പം ഏടത്തി അങ്ങനെ ഭരിച്ച ഭരണം മുഴുവനും കൈക്കലാക്കി ഗോമതി സ്റ്റോർ കൈക്കലാക്കാനൊന്നും വിചാരിക്കണ്ട എന്നുള്ള രീതിയിൽ നമ്മുടെ ആകാശം സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ദേവി അതേ കയറി അങ്ങ് പിടിച്ചു. ദേവി പറഞ്ഞു, ആകാശിന് ഇപ്പൊ എന്താ പ്രശ്നം? ആകാശ് ഇപ്പൊ ആകാശിന്റെ ഭാര്യയുടെ വീട്ടുകാരുടെ പൈസ കണ്ടിട്ടാണോ ഈ തുള്ളുന്നതെന്ന് തന്നെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്. അപ്പം പറഞ്ഞു, എന്താ ഏടത്തി പറഞ്ഞത്? എന്റെ ഭാര്യയുടെ വീട്ടുകാരെ പറയാൻ ഏടത്തിക്ക് എന്താ അർഹതയുള്ളതെന്ന് ചോദിച്ചപ്പം, അതെന്താ നിന്റെ ഭാര്യയുടെ വീട്ടുകാരെ പറയാൻ എനിക്ക് അർഹതയില്ലാത്തത്? ഞാൻ വേറൊന്നും അല്ലല്ലോ ചോദിച്ചത്. അല്ല, അവര് ഇപ്പം കാറൊക്കെ മേടിച്ചു തന്നു. അപ്പൊ അതും കൊണ്ട് ഏതായാലും ബാലച്ചനോടുള്ള കൂറിനേക്കാൾ കൂടുതൽ അങ്ങോട്ടേക്കാണ് കൂറെന്ന് എനിക്ക് തോന്നി. എനിക്ക് മാത്രമല്ല, അത് മാമന് തോന്നുന്നില്ലേ മാമ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ധർമ്മനോടും. അപ്പം ധർമ്മനൊന്നും മിണ്ടുന്നുമില്ല. അപ്പം ധർമ്മം മിണ്ടാതിരുന്നപ്പോഴത്തേക്കും മാമനും കൂടി ചേർന്ന് ഇനിയിപ്പൊ എന്നെ ഇവിടെ നടിച്ചിറക്കാൻ നോക്കുമായിരിക്കല്ലേ എന്ന് ചോദിച്ചപ്പം, എന്റെ പൊന്നാകാശം, ഞാൻ ആരുടെയും കൂടെ ഒന്നും കൂടി ചേരുന്നുമില്ല, എനിക്ക് അടിച്ചിറക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും വീണ്ടും ഒന്നും രണ്ടും പറഞ്ഞ് നമ്മുടെ ആകാശം അങ്ങ് കയറി കേട്ടോ. അപ്പം ദേവിയെ മറ്റേ ഏണി വെച്ച് കയറി പിടിച്ച് അടിക്കാന്നുള്ളത് തന്നെയാണ് ആകാശിന്റെ ലക്ഷ്യം. ദേവിയാണെ വിട്ടുകൊടുക്കും. ദേവി ഏണി വെച്ച് കയറിയിട്ടുണ്ടെങ്കിൽ ദേവി മറ്റേ റോക്കറ്റുമായിട്ട് പോകും. ആ ഒരു സ്വഭാവമാണ് നമ്മുടെ ദേവിയുടെ. അപ്പം ദേവി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാകുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും വീണ്ടും ആ കടയിൽ കിടന്ന് ഭയങ്കര അടിയാകുന്നു. ലാസ്റ്റ് രാമേട്ടൻ ആകാശിനോട് മിണ്ടാതിരിക്കാൻ പറയുന്നു. അപ്പൊ രാമേട്ടനും ദേവിയടത്തിയുടെ സൈഡ് തന്നെയാണല്ലേ. അപ്പൊ എനിക്ക് എന്താ ഇവിടെ വില എന്ന് പറഞ്ഞ് വീണ്ടും ആകാശ് ഗോമതി സ്റ്റോഴ്സിൽ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവി ചോദിക്കുന്നുണ്ട്, രാമേട്ട ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ പറയുന്നത് ന്യായമല്ലേ പറയുന്നത്? അല്ലാതെ ഞാൻ അന്യായം ഒന്നും പറയുന്നില്ലല്ലോ. ഇത് എന്താ ആകാശിന് പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ധർമ്മം പറയുന്നുണ്ട്, ദേവിമോള് പറയുന്നത് ശരി തന്നെയാണ്. അവനിപ്പൊ തുള്ളുന്നത് വേറൊന്നും കണ്ടിട്ടല്ല. അവനിപ്പൊ തുള്ളുന്നത് അങ്ങേരുടെ പൈസ കണ്ടിട്ട് തന്നെയാണ്, മീനാക്ഷിയുടെ അച്ഛന്റെ. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലനെയാണ്. അപ്പം ബാലൻ ഇന്ന് എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചേ പറ്റൂ.
ബാലൻ അങ്ങനെ പോവുകയാണ് ഹോസ്പിറ്റലിലേക്ക്. ഇന്ന് എങ്ങനെയെങ്കിലും ഗോമതിയുടെയും അതുപോലെ തന്നെ മിത്രയുടെയും ആര്യന്റെയും ഒക്കെ കള്ളത്തരം പൊളിച്ച് കയ്യിലെടുക്കണം, മിഥുൻ ആരാണെന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞാണ് കടയിലൊന്നും പോകാതെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഈ ഹോസ്പിറ്റലിലേക്ക് തന്നെ നമ്മുടെ ആര്യനും പോകുന്നുണ്ട് കേട്ടോ. കാരണം വേറൊന്നുമല്ല, ബാലൻ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ മറച്ചു വെക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ ദേവി വിളിക്കുന്നുണ്ട് ബാലനെ വിളിച്ചു കഴിയുമ്പോഴത്തേക്കും ദേവിയുടെ കോള് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇവള് പഠിച്ച കള്ളിയാ, ഇവളാണ് ഏറ്റവും കൂടുതൽ ആ കുടുംബത്തിൽ അഭിനയിക്കുന്നത്, ഇവള് വെറും പഠിച്ച കള്ളിയാന്ന് പറഞ്ഞ് ഇങ്ങനെ ഫോൺ എടുത്ത് സംസാരിക്കുകയാണ്. അപ്പൊ ഫോൺ എടുത്ത് ഹലോ മോളെ ഗോമതി എന്നൊക്കെ വിളിക്കുകയാണ്. അപ്പോഴത്തേക്ക് ബാലേട്ട എന്തായി വിളിക്കുന്നത്? അല്ല, നമ്മൾ പണ്ട് അങ്ങനെയാണല്ലോ സംസാരിച്ചോണ്ടിരുന്നത്. എങ്കിലും ബാലേട്ടൻ ഇത് എന്തിനും മാറ്റോ ബാലേട്ട എന്നൊക്കെ ചോദിച്ച് പിന്നെ റൊമാൻസിലേക്ക് പോകുന്നു. പിന്നെ രണ്ടുപേരും ഉമ്മ കൊടുക്കുന്നു ഫോണിൽ കൂടെ. അയ്യോ നമുക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടോ സത്യമായി ദേഷ്യം വരട്ടോ. കല്യാണം കഴിഞ്ഞ് കുറച്ചായവരാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ ഇവരുടെ ഈ വയസ്സാം കാലത്തുള്ള എന്താ പറയുക, അത് കണ്ടു കഴിയുമ്പോൾ സത്യമായിരുന്നു നമുക്കും കുറച്ച് അസ്വസ്ഥത ഫീൽ ചെയ്യും. അങ്ങനെ ഗോമതി ഉമ്മ കൊടുക്കുന്നു. ഗോമതി അങ്ങോട്ട് മനസ്സറിഞ്ഞാട്ടോ നമ്മുടെ ബാലനെ അങ്ങോട്ട്, യോ എന്റെ ഭർത്താവ് ഈ വയസ്സാം കാലത്ത് എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, റൊമാൻസ് ഉണ്ടല്ലോ എന്നൊക്കെ ഓർത്താ പുള്ളിക്കാരി ഓരോന്നും സംസാരിക്കുന്നത്. ബാലൻ അവിടെ നിന്നിട്ട് ഉമ്മ കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം നമ്മുടെ ഗോമതിനെ എടുത്ത് തോട്ടിലെറിയാനുള്ള അരിശമുണ്ട് ബാലന്. അപ്പം ആ ഒരു രീതിയിലാണ് ഉമ്മയൊക്കെ കൊടുക്കുന്നത്. ഈ സമയത്ത് ഡോക്ടറും നേഴ്സുമാരെല്ലാം കൂടി ചേർന്ന് നമ്മുടെ മിഥുന് ബോധം തെളിഞ്ഞു കേട്ടോ. അപ്പം ബോധം തെളിഞ്ഞപ്പോൾ തന്നെ ഈ ഫോട്ടോയിലുള്ളത് ആരാണെന്ന് അറിയണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോ ഇങ്ങനെ കാണിക്കുകയാണ്. ഈ ഫോട്ടോ ഇങ്ങനെ കാണിച്ചിട്ട് ഇതാരാണെന്ന് അറിയുമോ, ഇതാരാണ് എന്നിങ്ങനെ ചോദിക്കപ്പം ഓർമ്മയുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ആയിരിക്കാം. ഇപ്പൊ 2-3 ദിവസമായിട്ട് കോമ സ്റ്റേജ് പോലെ കിടക്കുകയായിരുന്നല്ലോ. അപ്പം തിരിച്ച് പെട്ടെന്ന് ബോധം വന്നപ്പം അത് തിരിച്ച് പഴയ ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടിയോന്ന് അറിയാൻ വേണ്ടി ആയിരിക്കാം ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ അറിയുമോ എന്നിങ്ങനെ ഈ ഫോട്ടോ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മിഥുൻ ഇങ്ങനെ എന്തൊക്കെയോ പറയാൻ വരുന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റുന്നുമില്ല. മിഥുൻ വല്ലാത്തൊരവസ്ഥയില്. ഏതായാലും നമ്മുടെ മിഥുന് ഓർമ്മയൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ മിത്ര തന്റെ ആരാണെന്നോ, മിത്രയും താനുമായിട്ടുള്ള ബന്ധം എന്താണെന്നോ, മിത്രയും ആര്യനും കൂടെ ചേർന്നാണ് തന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചതെന്നോ ഒന്നും പറയാൻ പോകുന്നില്ല കേട്ടോ. അപ്പൊ ഏകദേശം നാളെ ആ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, സത്യം ഇനിയെങ്കിലും തെളിയോന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. മാത്രമല്ല ബാലൻ എല്ലാം മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻ നമ്മുടെ ദേവമംഗലം ചുട്ടിരിക്കുന്ന പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാലൻ ഇപ്പൊ ഉടനെ പിടികെട്ടാനൊന്നും ചാൻസ് ഒന്നുമില്ല. എങ്ങനെയെങ്കിലും ആര്യൻ അത് തലതിരിച്ചൊക്കെ കൊണ്ട് എങ്ങനെയെങ്കിലും എത്തിക്കും. കാരണം ആര്യനെല്ലാം മനസ്സിലായി. ആര്യൻ മിഥുൻ ഹോസ്പിറ്റലിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബാലനാണ് മിഥുനെ രക്ഷിച്ചത് എന്നൊക്കെ ആര്യന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ ബാലന്റെ കളികളൊന്നും നടക്കാൻ പോകുന്നില്ല. ബാലൻ വിചാരിച്ചതുപോലെ സത്യങ്ങളെല്ലാം ഇപ്പം ഒറ്റയടിക്ക് കണ്ടുപിടിച്ച് കളഞ്ഞേക്കാന്നൊക്കെ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ല കേട്ടോ. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ നാളെ ഏകദേശം ഈ ഭാഗമൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ നാളെ പ്രമോ വിശേഷമായിട്ട് കാണാം. അപ്പം ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പുതിയ കഥയുടെ അലീനയുടെ വിശേഷം, നാളത്തെ വിശേഷം ആയിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും കാണാൻ വരണേ. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ ടാറ്റാ ബൈ ബൈ.